ശബരിമലയിലെ ക്രമസമാധാന പാലനത്തിൽ ഇടപെടാനാകില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ വാദം പൊളിയുന്നു. തീർത്ഥാടനം സുഗമമാക്കാൻ ആവശ്യമായ ഏത് തീരുമാനവും എടുക്കാൻ നിരീക്ഷണ സമിതിക്ക് അധികാരം. അതിക്രമങ്ങൾ തടയാനും സമിതിക്ക് ഇടപെടാം എന്നാണ് ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാക്കുന്നത്. പകർപ്പ് കൈരളി പുറത്തുവിടുന്നു. നവംബർ 27-നാണ് ജസ്റ്റിസുമാരായ PR രാമൻ, S ശ്രീജഗൻ, DGP A ഹേമചന്ദ്രൻ എന്നിവരെ ഉൾപ്പെടുത്തി ശബരിമല നിരീക്ഷക സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചത്. സമിതിയുടെ അധികാരപരിധി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ നിയമനം. ഇതനുസരിച്ച് നിരീക്ഷണ സമിതിക്ക് ശബരിമലയിൽ ഏത് രീതിയിൽ ഇടപെടുന്നതിനുമുള്ള അധികാരം ഹൈക്കോടതി ഉറപ്പു നൽകുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരവും സമിതിക്കുണ്ടെന്ന് ഉത്തരവിൽ വ്യക്തം. എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാൻ കഴിയും. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരവും സമിതിക്ക് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിക്രമങ്ങൾ തടയാനും സുഗമമായ തീർത്ഥാടനമൊരുക്കാനും ഏത് കാര്യത്തിലും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകാനുമുള്ള അധികാരവും കോടതി അനുവദിച്ചു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്ത്രീകൾ ശബരിമലയിലെത്തിയപ്പോൾ BJP RSS പ്രവർത്തകർ അവരെ തടയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിരീക്ഷക സമിതിയുടെ ഉപദേശം തേടുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. നിരീക്ഷക സമിതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിരീക്ഷക സമിതി അവിടെ എത്ര കക്കൂസുണ്ട്, എത്ര കുളിമുറിയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഹൈക്കോടതി നിയോഗിച്ചത്. ഹൈക്കോടതി നിരീക്ഷക സമിതിയെ നിയോഗിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വന്ന ക്രമസമാധാന പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു നിരീക്ഷക സമിതി. അതും അപ്പോൾ അവർ ഗവൺമെന്റിനെ ഉപദേശിക്കണം, ദേവസ്വം ബോർഡ് ഉപദേശിക്കണം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാവില്ല എന്ന നിലപാടായിരുന്നു ആ ഘട്ടത്തിൽ നിരീക്ഷണ സമിതി സ്വീകരിച്ചത്. സ്ത്രീ പ്രവേശനത്തിൽ ഉൾപ്പെടെ ഇടപെടാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. ട്രാൻസ്ജെൻഡറുകൾ മല കയറാനെത്തിയപ്പോൾ അവർക്ക് നിരീക്ഷണ സമിതി തന്ത്രിക്കും പന്തളം കൊട്ടാരത്തിനുമൊപ്പം അനുമതി നൽകിയിരുന്നു. എന്നാൽ സ്ത്രീകൾ ശബരിമലയിലെത്തിയപ്പോൾ അവർ സ്വീകരിച്ചത് വ്യത്യസ്ത നിലപാടാണ്. ഇക്കാര്യമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയതും. KG ദിനകർ, തിരുവനന്തപുരം. ശബരിമലയിൽ യുവതികൾ തുടർച്ചയായി വരുന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ഇത് അന്വേഷിക്കണമെന്നും പത്മകുമാർ ആവശ്യപ്പെട്ടു. ഇത്രയും ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തജനങ്ങൾ അവിടെയുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അവിടെ സുരക്ഷയുടെയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, യഥാർത്ഥ ഭക്തരായിട്ടുള്ള യുവതികളാരും ഈ സമയത്ത് ഇനി വരാതിരിക്കുന്നതാണ് നല്ലത്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. അതായത് മണ്ഡലം മകരവിളക്ക് കഴിയട്ടെ, അതിനെ സംബന്ധിച്ച് ഗവൺമെന്റും കോടതിയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ കൂടെ ചേർന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്ന കാര്യം. ഇതൊരാലോചനയുടെ ഫലമായിട്ടാണ് ഈ നിലയ്ക്ക് വരുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള ക്രമീകരണങ്ങളും നല്ല നിലയ്ക്ക് ഭക്തജനങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം ഈ ശബരിമലയിലെ ഒരു പ്രശ്നം ദർശനം കിട്ടാനുള്ള പ്രയാസം അതായിരുന്നല്ലോ. അത് മാറിയെന്ന് മാത്രമല്ല, ഒരു മിനിറ്റെങ്കിലും സന്നിധാനത്ത് നിന്ന് തൊഴാനുള്ള, സോപാനത്ത് നിന്ന് തൊഴാനുള്ളൊരു അവസരം ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുകയാണ്. ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അതിനുള്ള നടപടികളാണ് പോലീസ് കൈക്കൊള്ളുന്നതെന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെയാണ് പറയാനുള്ളത്. ശബരിമല ഒരു സംഘർഷ ഭൂമിയാകാൻ വേണ്ടി പാടില്ല. അവിടെ നിഷ്കളങ്കരായിട്ടുള്ള ഭക്തലക്ഷങ്ങളാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ നമുക്ക് ഒരിടം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. ആ കരുതലാണ് പോലീസും ഗവൺമെന്റും ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. ശബരിമല നടയടയ്ക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഉച്ചവരെ 70,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ഈ മാസം 27-നാണ് മണ്ഡലപൂജ. സന്നിധാനം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. 4 വരികളിലൂടെയാണ് വലിയ നടപ്പന്തലിലെ ഭക്തജന തിരക്ക് പോലീസ് നിയന്ത്രിക്കുന്നത്. ഉച്ചവരെ 70,000-ത്തിലധികം ഭക്തരാണ് ദർശന പുണ്യം തേടി ശബരിമലയിലെത്തിയത്. 12 മണിക്ക് ശേഷം എത്തിയ ഭക്തർക്ക് നെയ്യഭിഷേകത്തിനായി പ്രത്യേക കൗണ്ടറുകളും സന്നിധാനത്ത് ഒരുക്കിയിരുന്നു. ഇന്നലെ രാത്രിയിൽ മഴ പെയ്തതോടെ സന്നിധാനത്തെ പൊടിപടലങ്ങളും ശമിച്ചു. മണ്ഡലമാസ പൂജ അടുത്തതോടെ സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ഭക്തജന പ്രവാഹമാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 27-ന് നടക്കുന്ന മണ്ഡലപൂജയ്ക്കായി നട വൈകിട്ട് 3 മണിക്ക് തുറക്കുമെങ്കിലും തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മാത്രമാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. ശരംകുത്തിയിൽ വെച്ച് തങ്കാങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ മാലയണിയിച്ച് ഭസ്മം തൊടിയിച്ച് യാത്രയാക്കും. 6:30-യോടെ സന്നിധാനത്തെത്തുന്ന ഘോഷയാത്ര 18-ാം പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം പ്രസിഡന്റ് അടങ്ങുന്ന സംഘം സ്വീകരിച്ച് ശ്രീകോവിലിലേക്ക് ആനയിക്കും.
41 ദിനത്തിലെ കളഭാഭിഷേകത്തിന് ശേഷമാകും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. 27-ന് ഹരിവരാസനം പാടി അടയ്ക്കുന്ന നട പിന്നീട് തുറക്കുന്നത് ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായിരിക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ലക്ഷ്യമാക്കി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ പുതിയ പ്രസ്താവന. പാർട്ടി MLA-മാരുടെയും MP-മാരുടെയും പ്രകടനം മോശമാണെങ്കിൽ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷനാണെന്ന് നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നിതിൻ ഗഡ്കരിയുടെ പുതിയ വിമർശനം. അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെതിരെ പാർട്ടിക്കകത്ത് അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഗഡ്കരിയുടെ വാക്കുകൾ. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് NDA സഖ്യകക്ഷിയായ ശിവസേനയും. ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയാണ് ഇതേ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശിവസേനയെ അനുനയിപ്പിച്ചില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് BJPയുടെ ആഭ്യന്തര സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ശിവസേനയുമായുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ അമിത്ഷാ നിയോഗിച്ചിരുന്നുവെങ്കിലും BJPയുമായി സഖ്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവസേന. പൊതുസ്ഥലങ്ങളിലെ നമസ്കാരം വിലക്കി ഉത്തർപ്രദേശ് പോലീസ്. മുസ്ലിം തൊഴിലാളികൾക്ക് നിസ്കരിക്കുന്നത് വിലക്കിയാണ് നോയിഡ പോലീസ് അറിയിപ്പ് പുറപ്പെടുവിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം തൊഴിലാളികൾ നിസ്കരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അവർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കുമെന്ന് അറിയിപ്പിൽ നോയിഡ പോലീസ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമുദായിക ഐക്യം തകരാതിരിക്കാനാണ് നീക്കം എന്നാണ് പോലീസിന്റെ വിശദീകരണം. പുതിയ ഉത്തരവ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആരോപണം ഉയർന്നു. അയോധ്യ തർക്കഭൂമി നിരീക്ഷിക്കുന്ന ജഡ്ജിനെ UP സർക്കാർ സ്ഥലം മാറ്റി. നിരീക്ഷകനായ ജഡ്ജ് അമർജിത് ത്രിപാഠിയെയാണ് സ്ഥലം മാറ്റിയത്. അംബേദ്കർ നഗർ സെഷൻ ജഡ്ജിയായാണ് സ്ഥലം മാറ്റം. കഴിഞ്ഞ വർഷമാണ് ത്രിപാഠി ഉൾപ്പെടെയുള്ള 3 പേരെ സുപ്രീം കോടതി തർക്കഭൂമി നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കൽ തർക്കഭൂമി നിരീക്ഷിച്ച് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകാനായിരുന്നു നിരീക്ഷക സമിതിക്ക് കോടതിയുടെ നിർദ്ദേശം. സ്ഥലംമാറ്റ വിവരം ത്രിപാഠി സുപ്രീം കോടതിയെ അറിയിച്ചു. ജനുവരി 4-ന് അയോധ്യ തർക്കഭൂമി കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സ്ഥലംമാറ്റം. സമ്പന്ന രാജ്യങ്ങളിൽ ഉള്ളവർ ലളിത ജീവിതത്തിലേക്ക് പോകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് രാവ് സന്ദേശത്തിലായിരുന്നു മാർപ്പാപ്പയുടെ ആഹ്വാനം. ലോകത്തെ പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരത്തെ പരാമർശിച്ചായിരുന്നു മാർപ്പാപ്പയുടെ സന്ദേശം. പോപ്പ് എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 6ാമത്തെ ക്രിസ്മസ് ദിനമാണ് ഇത്. ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ മരണം 400 കടന്നു. 1400-ലധികം പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററിലധികം തീരമേഖല തകർന്നടിഞ്ഞു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ തിരയേറ്റം തുടരുന്നതിനാൽ സുനാമി ജാഗ്രതാ നിർദ്ദേശം ഇന്നത്തേക്ക് കൂടി നീട്ടി. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആരും ബീച്ചുകളിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൽ നിന്ന് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. കേരള ന്യൂസ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.